വിദർഭയുടെ സ്കോർ 300 കടന്നു. ദ കേരള റിയൽ കേരള സ്റ്റോറി. ഝാർഖണ്ഡിൽ ലവ് ജിഹാദ് ആരോപണത്തെ തുടർന്ന് കേരളത്തിൽ അഭയം തേടിയ ദമ്പതികൾ പോലീസ് സംരക്ഷണം തേടി ഹൈക്കോടതിയിൽ. ഹർജി കോടതി ഉച്ചയ്ക്ക് ശേഷം പരിഗണിക്കും. അതേസമയം കേരള പോലീസ് നിയമ തടസ്സം അറിയിച്ചിട്ടും കള്ളക്കേസെടുത്ത് ആശയെ മാത്രമായി നാട്ടിലേക്ക് തിരികെ കൊണ്ടുപോകാൻ കേരളത്തിൽ തുടരുകയാണ് ഝാർഖണ്ഡ് പോലീസ്. കള്ളക്കേസിനിട്ട എഫ്ഐആറിന്റെ പകർപ്പ് ന്യൂസ് 18 ലഭിച്ചു. ഗാലിബ് മുഹമ്മദിനെയും ആശാ വർമ്മയെയും ചേർത്ത് പിടിക്കുകയാണ് കേരളം. ഇരുവർക്കും സുരക്ഷിതത്വം ഉറപ്പാക്കുമെന്ന് ഡിവൈഎഫ്ഐയും കോൺഗ്രസും വ്യക്തമാക്കി. ഡിവൈഎഫ്ഐ സംഭവം അറിഞ്ഞത് മുതൽ പൂർണ്ണമായ പിന്തുണ നൽകാൻ വേണ്ടിയാണ് തീരുമാനിച്ചത്. അവരുടെ നാട്ടിൽ അവർക്ക് ജീവിക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ട്. മരണപ്പെടുമെന്ന സ്ഥിതിയാണ്, ഭയമാണ് അവരെ വേട്ടയാടുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഒരു കേരളത്തിൻ്റെ മതനിരപേക്ഷത ഉള്ളതുകൊണ്ട് തന്നെ ഈ നാട്ടിലേക്ക് എത്തിച്ചേരാനും ഈ നാടിൻ്റെ പിന്തുണ അവർക്ക് ലഭ്യമാകുമെന്നുള്ളതുകൊണ്ടാണ് പ്രതീക്ഷയോടെയാണ് കേരളത്തിലേക്ക് വന്നത്. ആ പ്രതീക്ഷ കൈവിടാൻ ഞങ്ങൾ തയ്യാറല്ല. ജാർഖണ്ഡ് പോലീസ് ഇപ്പോരെ പിടിച്ചുകൊണ്ടുപോകാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. അതിനെയും അതിശക്തമായി ഞങ്ങൾ എതിർക്കും. ഒരു നിലയിലും അവർക്ക് ഒരുമിച്ച് ജീവിക്കാൻ, രാജ്യത്തിൻ്റെ ഭരണഘടന അനുസരിച്ച് ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനിച്ചവരാണ്. ആ നിലയിൽ കേരളത്തിനകത്ത് എല്ലാവിധമായ സൗകര്യവും, ആലപ്പുഴ ജില്ലയിൽ അവർക്ക് തിരിച്ച് നാട്ടിൽ പോകാൻ താല്പര്യമില്ലെങ്കിൽ ഇവിടെ അവർക്ക് സൗകര്യങ്ങൾ ഏർപ്പാട് ചെയ്ത് അവരുടെ വീട് ഉൾപ്പെടെ തയ്യാറാക്കി കൊടുത്ത് ഇവിടെ തന്നെ എല്ലാവിധമായ സുരക്ഷയും നിയമപരമായും ഡിവൈഎഫ്ഐ ഉറപ്പുവരുത്തും. ഞാൻ ഇപ്പോഴാണ് ഈ ഫോൺ കോളിലൂടെയാണ് യഥാർത്ഥത്തിൽ എനിക്ക് ഈ വിഷയം ഇപ്പോൾ എന്റെ ശ്രദ്ധയിൽ വരുന്നത്. പക്ഷെ എനിക്ക് പ്രഥമ ദൃഷ്ടിയ കേൾക്കുന്ന ഒരു വിഷയം, നാട്ടിൽ നമ്മുടെ രാജ്യം ഒരു മതേതര ജനാധിപത്യ രാജ്യമാണ്. ഇവിടെ വ്യത്യസ്ത മതവിഭാഗങ്ങളിൽപ്പെട്ട ആളുകൾക്ക് വിവാഹം കഴിക്കാനും പ്രണയിക്കാനും പ്രണയത്തിന് ശേഷം ഒരുമിച്ച് ജീവിക്കാനും അവകാശമുള്ളൊരു നാടാണ്. വ്യത്യസ്തമായ മതവിഭാഗത്തിൽ പെട്ടതുകൊണ്ട് വിവാഹം പറ്റില്ല, അത് ഏതെങ്കിലും തരത്തിൽ കുപ്രചരണങ്ങളിലൂടെ അവസാനിപ്പിക്കാമെന്ന രീതി ശരിയല്ല. ഇത് കൃത്യമായി ഇത്തരത്തിൽ ഒരു യുവാവും ഒരു യുവതിയും ഒരു പ്രായപൂർത്തിയവരാണ്, അവർ സ്ഥിരബുദ്ധിയുള്ളവരാണ്. അവർക്ക് വ്യത്യസ്തമായ മതവിശ്വാസം വെച്ചു പുലർത്താൻ അവകാശമുണ്ട്. അവർക്ക് ജീവിക്കാനും വിവാഹം കഴിക്കാനും അവകാശമുണ്ട്. അത് സംരക്ഷിക്കാൻ നിയമപരമായ എല്ലാ പിന്തുണയും കൊടുക്കണം. അത്തരത്തിൽ ഏതെങ്കിലും സംഘപരിവാർ ഗവൺമെന്റുകളുടെ വർഗീയ അജണ്ടയ്ക്ക് കൂട്ടുനിൽക്കേണ്ട ഉത്തരവാദിത്വം കേരളത്തിനില്ല. നിയമപരമായി അവർക്ക് പറയാനുള്ളത് പറയാം. ഇവിടെ ഇവർക്ക് ആവശ്യമായ നിയമപരമായ എല്ലാ പിന്തുണയും നൽകണം. കോടതികളിൽ രണ്ടാളുകളുടെയും സ്റ്റേറ്റ്മെന്റ് കേരളത്തിൽ പ്രൊസീജിയർ അനുസരിച്ച് മജിസ്ട്രേറ്റ് മുന്നിൽ അവരുടെ മൊഴി രേഖപ്പെടുത്തണം. അവർ നിർബന്ധിതമായി വിവാഹിതരായതല്ലെങ്കിൽ സ്വമേധയാ സ്വന്തം ഇഷ്ടപ്രകാരം നിയമവിധേയമായ വിവാഹമാണെന്നുണ്ടെങ്കിൽ അവർക്കെല്ലാം സംരക്ഷണം കൊടുക്കണം. അങ്ങനെ ഏതെങ്കിലും തരത്തിൽ വിട്ടുകൊടുക്കേണ്ട ഒരു കാര്യമില്ല. ഇരുവരും സ്വന്തം ഇഷ്ടപ്രകാരം വിവാഹിതരായതാണെന്നും ലവ് ജിഹാദ് അല്ലെന്നും ആലപ്പുഴ ജില്ലാ പോലീസ് മേധാവി പറഞ്ഞു. ശരണ്യ സ്നേഹജൻ വിവരങ്ങളുമായി. ശരണ്യ, ഇന്നലെ നമ്മൾ ചേർത്ത് പിടിച്ചു തുടങ്ങിയതാണ്. ഇപ്പോൾ ഇതാ വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന്, യുവജന സംഘടനകളിൽ നിന്നൊക്കെ അവർക്ക് പിന്തുണയുണ്ട്. പക്ഷെ അപ്പോഴും ആശങ്കപ്പെടേണ്ടത് ഈ നിയമവ്യവസ്ഥയോ അല്ലെങ്കിൽ ജനാധിപത്യ സംവിധാനമോ ഭരണഘടനയോ ഒന്നും മാനിക്കാതെയാണ് ഇപ്പോഴും ഝാർഖണ്ഡിൽ നിന്നുള്ള പോലീസ് സംഘം ആലപ്പുഴയിൽ തുടരുന്നത് എന്നതാണ്. എന്തൊക്കെ പ്രതികരണങ്ങളാണ് ഇന്നത്തെ ദിവസം വരുന്നത്? ആശയും ഗാലിബിനും എത്രത്തോളം സ്നേഹവും സംരക്ഷണവും ലഭിക്കുന്നുണ്ട് ഇപ്പോൾ? തീർച്ചയായിട്ടും ശ്രീജ, നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ തന്നെ ആശയും ഗാലിബും, അന്യസംസ്കാരക്കാരായ ആശയും ഗാലിബും പ്രതീക്ഷിച്ചതുപോലെ തന്നെ അവർക്ക് കേരളം അവരെ ചേർത്ത് പിടിക്കുന്നു എന്നുള്ള ഏറ്റവും സന്തോഷകരമായ നിമിഷങ്ങളിലൂടെ തന്നെയാണ് കടന്നു പോകുന്നത്. കാരണം ഇന്നലെ രാത്രിയും ജാർഖണ്ഡ് പോലീസ് അവരെ തേടി ഇവിടേക്ക് എത്തിയപ്പോൾ ഡിവൈഎഫ്ഐ അടക്കമുള്ള സംഘടനകൾ അതിനെതിരെ അവിടെ ബന്ധപ്പെട്ടു. ഒപ്പം തന്നെ ഇവരെ വിട്ടു നൽകാനാവില്ല എന്നുള്ള ഒരു നിലപാടിലേക്ക് കേരള പോലീസും ഉറച്ച നിലപാടിൽ തന്നെ നിൽക്കുന്നു എന്നുള്ളതാണ്. ഈ കേസിനകത്ത് കേരള പോലീസിന് കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട്. അതായത് ഇപ്പോ രണ്ടാമത് അവർ എത്തിയിരിക്കുന്നത് ഒരു എഫ്ഐആർ കൊണ്ടാണ് വന്നിരിക്കുന്നത്. അതായത് അതിലുള്ള ഒരു വാറന്റുമായാണ് എത്തിയിരിക്കുന്നത്. രണ്ടാമത് രജിസ്റ്റർ ചെയ്ത കേസ് കിഡ്നാപ്പിംഗ് കേസാണ്. അത് കള്ളക്കേസാണ് എന്നുള്ളത് ഇവർക്ക് കൃത്യമായി കേരള പോലീസിനും അറിയാം. കാരണം കഴിഞ്ഞ 14-ാം തീയതി ഇവിടെ എത്തി അവർ ആശയുടെയും ഗാലിബിന്റെയും ഈ രീതിയിൽ ഇവിടുന്ന് മൊഴി രേഖപ്പെടുത്തിയതാണ്. അതായത് കേരള പോലീസിന്റെ സാന്നിധ്യത്തിൽ തന്നെ കായംകുളം പോലീസ് സ്റ്റേഷനിൽ വെച്ചാണ് അങ്ങനെ ഒരു മൊഴി രേഖപ്പെടുത്തൽ ഉണ്ടായത്. അന്ന് സ്വന്തം ഇഷ്ടപ്രകാരമാണ് താൻ പോയതെന്നും ഈ വിവാഹം ഒരു മതപരമായ യാതൊരു ബന്ധവും ഈ വിവാഹത്തിന് ഇല്ല എന്നുള്ളതും ആശ സ്ഥിരീകരിക്കുകയും ആ സ്റ്റേറ്റ്മെന്റ് അവർ ഒപ്പിട്ട് വാങ്ങുകയും ചെയ്തതാണ്. അതിനുശേഷമാണ് 22-ന് ഇവരെ കുരുക്കാൻ വേണ്ടി വീണ്ടും ഒരു കിഡ്നാപ്പിംഗ് കേസുമായി ഇവർ എത്തിയിട്ടുള്ളത്. ശരണ്യ, ഞാൻ വളരെ പെട്ടെന്ന് മറ്റൊരു വാർത്തയിലേക്ക് പോവുകയാണ്. ഇന്ന് ഹൈക്കോടതിയിൽ ഉച്ചയ്ക്ക് ശേഷം ഈ ഇരുവരുടെയും ഹർജി വരുന്നുണ്ട്.
അതിൽ അനുകൂലമായൊരു നിലപാട് തന്നെ അവർക്ക് സംരക്ഷണം ഏർപ്പെടുത്തിക്കൊണ്ടുള്ളൊരു നിലപാട് തന്നെ ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇപ്പോൾ സമരം ചെയ്യുന്ന ആശാ വർക്കർമാർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച യൂത്ത് കോൺഗ്രസ് നടത്തിയ സെക്രട്ടേറിയറ്റ് മാർച്ച് സംഘർഷത്തിൽ കലാശിച്ചിരിക്കുന്നു. ജലപീരങ്കി പോലീസ് പ്രയോഗിച്ചു. ആയിഷത്തുൽ ഷംന വിവരങ്ങളുമായി സെക്രട്ടേറിയറ്റിന് മുന്നിൽ നിന്നും. ഷംന, യാതൊരു രാഷ്ട്രീയ സംഘടനകളുടെയും പിന്തുണയില്ലാതെ ആശമാർ ഒറ്റയ്ക്ക് ആരംഭിച്ച സമരമാണ്. അത് കോൺഗ്രസ് ഏറ്റെടുക്കുന്നു എന്ന് പറഞ്ഞപ്പോഴും അവർ അത്തരം പിന്തുണകൾ വേണ്ട എന്നൊരു നിലപാടിലായിരുന്നു. ഇപ്പോൾ ഇത് കൃത്യമായൊരു രാഷ്ട്രീയ മാനം കൈവരുന്നു. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ പ്രതിഷേധം എങ്ങനെയാണ് സംഘർഷത്തിലേക്ക് എത്തിയത്? യൂത്ത് കോൺഗ്രസ് ഈ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഇപ്പോൾ ബാരിക്കേഡുകൾ മറികടന്ന് അതിന്റെ മുകളിൽ കയറിയാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചത്. അതിനിടയിലാണ് ഈ സംഘർഷമുണ്ടായത്. പോലീസും പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. പിന്നീട് പോലീസ് ജലപീരങ്കി പ്രയോഗിക്കുകയായിരുന്നു. എന്ത് വന്നാലും ഈ ആശാപ്രവർത്തകർക്ക് നൽകുന്ന പിന്തുണ അതിൽ നിന്ന് പിന്നോട്ടില്ലെന്നാണ് യൂത്ത് കോൺഗ്രസിന്റെ നിലപാട്. ഒപ്പം തന്നെ എന്തൊക്കെ പ്രതിസന്ധികൾ നേരിട്ടാലും തങ്ങൾക്കൊരു രാഷ്ട്രീയ പാർട്ടിയുടെയോ ഒരു സംഘടനയുടെയോ പിന്തുണ വേണ്ട, ഒറ്റക്കെട്ടായി തന്നെ തങ്ങൾ സമരം നടത്തുമെന്നുള്ള നിലപാടിൽ തൊട്ട് അടുത്ത് തന്നെ ആശാപ്രവർത്തകരും സമരം നടത്തുന്നുണ്ട്. വലിയ രീതിയിലുള്ള ഒരു രാഷ്ട്രീയ മാനം കൂടി ഇതിന് കൈവരുകയാണ്. നേരത്തെ BJP നേതാക്കൾ ശോഭാ സുരേന്ദ്രനും V മുരളീധരനും അടക്കമുള്ളവർ എത്തിയിരുന്നു. അപ്പോഴും അവരടക്കം ചൂണ്ടിക്കാട്ടിയതും അത് തന്നെയാണ്. ഈ കേന്ദ്രത്തിനെതിരെയാണ് ഇവർ സമരം ചെയ്യുന്നതെങ്കിൽ എന്തിനാണ് CPM-ഉം സർക്കാരും ഇവരെ ഭയപ്പെടുന്നത്? ഇതിനൊരു മറ്റ് രാഷ്ട്രീയ പാർട്ടികൾക്കെതിരല്ല ഇവർ നടത്തുന്നതെന്നാണ് ചൂണ്ടിക്കാട്ടിയത് V മുരളീധരൻ. ഇപ്പോൾ യൂത്ത് കോൺഗ്രസും കൂടി സമരത്തിന് ഐക്യദാർഢ്യവുമായി എത്തിയിട്ടുണ്ട്. എന്തായാലും വലിയ രീതിയിലുള്ള ഒരു സംഘർഷം തന്നെയായിരുന്നു അല്പം സെക്രട്ടേറിയറ്റിന് മുമ്പിൽ ഉണ്ടായിരുന്നത്. ഈ പ്രവർത്തകർ ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിച്ചു, ബാരിക്കേഡുകൾ തകർത്ത് സെക്രട്ടേറിയറ്റിന് അകത്ത് കയറാൻ ശ്രമിച്ചു. അതിനിടയിലാണ് ജലപീരങ്കി പ്രയോഗിക്കുന്നതും വലിയ രീതിയിലുള്ള ഒരു സംഘർഷത്തിലേക്ക് പോകുന്നതും. എന്തായാലും സമരത്തിൽ നിന്നും പിന്നോട്ടില്ല എന്ന നിലപാടിൽ ഉറച്ചു തന്നെയാണ് ആശാപ്രവർത്തകരും മറ്റ് ഈ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചെത്തുന്നവരും ഉള്ളത്. ശ്രീജ, ഷംനയാണ് വിവരങ്ങൾ നൽകിയത്. തലസ്ഥാനത്ത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ സെക്രട്ടേറിയറ്റ് മുമ്പിലേക്ക് ആശാവർക്കർമാർ സമരം ചെയ്യുന്ന സെക്രട്ടേറിയറ്റ് മുന്നിലേക്ക് നടത്തിയ പ്രതിഷേധം സംഘർഷത്തിൽ കലാശിച്ചിരിക്കുകയാണ്. പോലീസ് പലതവണ പ്രവർത്തകർക്ക് നേരെ ജലപീരങ്കി പ്രയോഗിച്ചു. ആശാപ്രവർത്തകർക്ക് ഐക്യദാർഢ്യമെന്ന ബാനർ ഉയർത്തി കാണിച്ചുകൊണ്ടാണ് പ്രവർത്തകർ ഇപ്പോൾ അവിടെ നിലകൊള്ളുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കോൺഗ്രസ് നേതാക്കളെല്ലാം അവിടെ എത്തി ആശാപ്രവർത്തകർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിരുന്നു. കോൺഗ്രസ് ആ സമരം ഏറ്റെടുക്കുന്നു എന്ന പ്രഖ്യാപനത്തിലേക്ക് വരെ ഇന്നലെ എത്തിയിരുന്നു. പക്ഷെ അപ്പോഴും ഈ സമരത്തിന് ഒരു രാഷ്ട്രീയ മാനമില്ല, മറിച്ച് ഇത് ന്യായമായ അവകാശങ്ങൾക്ക് വേണ്ടി, ജീവിക്കാനുള്ള അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള സമരമാണെന്ന നിലപാടിലാണ് ആശാപ്രവർത്തകർ തുടരുന്നത്.
ഇന്നിപ്പോൾ അത് പ്രത്യക്ഷമായ ഒരു രാഷ്ട്രീയ സമരമായി ഈ രാഷ്ട്രീയ സമരത്തിലേക്ക് അത് പോവുകയാണ്. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരാണ് ആശാപ്രവർത്തകർക്ക് ഐക്യദാർഢ്യവുമായി എത്തിയത്. ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ പോലീസ് വാഹനത്തിന് നേരെ കല്ലെറിയുന്നത് അടക്കമുള്ള നടപടികൾ ഉണ്ടാവുന്നു. അതിന് ശേഷമാണ് പോലീസ് വീണ്ടും പ്രവർത്തകർക്ക് നേരെ ജലപീരങ്കി പ്രയോഗിക്കുകയാണ്. പ്രവർത്തകരെ അവിടെ നിന്ന് പിരിച്ചുവിടാൻ പ്രവർത്തകർ പിരിഞ്ഞു പോകുന്നില്ല, അവർ അവിടെ തന്നെ തുടരുകയാണ്. ഷംന, 3-4 റൗണ്ട് ജലപീരങ്കി പ്രയോഗിച്ചു കഴിഞ്ഞു, പക്ഷെ പ്രവർത്തകർ അവിടെ തന്നെ തുടരുകയാണ്. ഇപ്പോൾ പല തവണയായി പോലീസ് ജലപീരങ്കി പ്രയോഗിക്കുന്നു, എന്നിട്ട് പോലും ഈ പ്രവർത്തകർ അവിടുന്ന് മാറുന്നില്ല. കാരണം അവരുടെ പൂർണ്ണ പിന്തുണ ഈ ആശാ വർക്കർമാർക്ക് നൽകുന്നുണ്ട്. ന്യായമായ സമരമാണ് അവരുടെ ആരോപിച്ചുകൊണ്ടാണ് ഈ പിന്തുണ നൽകുന്നത്. ഒപ്പം തന്നെ പിന്നോട്ടില്ല എന്ന് ആവർത്തിക്കുന്നു. പോലീസ് വീണ്ടും ജലപീരങ്കി ഉപയോഗിക്കുകയാണ്. ഇപ്പോൾ ഈ സമരഭൂമിയിലേക്ക് അങ്ങനെ മുഖ്യമന്ത്രി കടന്നു വരും എന്നുള്ള ഒരു പ്രത്യാശ ഞങ്ങളുടെ മുൻ കേന്ദ്രമന്ത്രി മുരളീധരനെ പോലെ എനിക്കില്ല. എന്താ കാരണം എന്നറിയുമോ? അതിന് മനസാക്ഷി എന്ന് പറയുന്ന ഒരു സംവിധാനം വേണം. മനസാക്ഷിയില്ലാത്ത ഒരു മനുഷ്യൻ ഈ സെക്രട്ടേറിയറ്റിനകത്ത് കേരളത്തിന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയിരിക്കുമ്പോ മതിലിന് പുറത്തു നിന്ന് അങ്ങോട്ടേക്ക് കസേര ഉൾപ്പെടെ അത് ആ സമരത്തിന് തൊട്ടടുത്താണ്. ആശമാരുടെ സമരവേദിക്ക് തൊട്ടരികിൽ വെച്ചാണ് ഇപ്പോൾ അവിടെ പോലീസുമായി ഒരു ഏറ്റുമുട്ടൽ നടക്കുന്നത്. സ്ത്രീകൾ ഉൾപ്പെടെയുള്ള പ്രവർത്തകർ, പെൺകുട്ടികൾ ഉൾപ്പെടെയുള്ള പ്രവർത്തകർ കസേര ഉൾപ്പെടെ എടുത്ത് അകത്തേക്ക് വലിച്ചെറിയുകയാണ്. ഷംന, കാര്യങ്ങൾ കൈവിട്ടു പോകുന്ന ഒരു സാഹചര്യത്തിലേക്കാണോ ഈ പ്രതിഷേധം എത്തുന്നത്? ഈ ആശാപ്രവർത്തകർ വളരെ സമാധാനപൂർവ്വം 18 ദിവസമായി സമരം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിന് തൊട്ടടുത്താണ് ഈ തരത്തിലുള്ള സംഘർഷത്തിലേക്ക് പോകുന്ന ഒരു പ്രതിഷേധം. അതുതന്നെയാണ് ഈ സമരം കൂടുതൽ സംഘർഷത്തിലേക്ക് കിടക്കുന്നതെന്നാണ് മനസ്സിലാക്കിയത്. വളരെ സമാധാനപൂർവ്വമായി ആശാ വർക്കർ 18 ദിവസമായി നടത്തുന്ന സമരമായിരുന്നു. അതിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് അല്ലെങ്കിൽ പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് എത്തിയ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഇപ്പോൾ ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിച്ചു. അത് നടക്കാതെ വന്നപ്പോൾ അതിൽ പോലീസ് ജലപീരങ്കി ബഹുമാനത്തെ നിലനിർത്തിക്കൊണ്ടാണ് ഇവിടെ മൗനമായി സംയമനത്തോടുകൂടി കുറച്ചു കാര്യങ്ങൾ മാത്രം ഞാൻ സൂചന നൽകുന്നത്. ഇതൊരു നിതാന്തമായിട്ടുള്ള പോരാട്ടമാക്കിയിട്ട് മാറ്റണമെന്ന് ഞങ്ങൾ ആരും ആഗ്രഹിക്കുന്നില്ല. ഇതിനെ അവസാനിപ്പിക്കാൻ കേരളം തയ്യാറായില്ലെങ്കിൽ അടുത്ത നടപടികളെക്കുറിച്ച് ആലോചിക്കാനും ചിന്തിക്കാനും പ്രൗഢമായിട്ടുള്ള സാധിക്കുന്ന ഭരണകൂടത്തിന്റെ ഭാഗമായിട്ടുള്ള ഇവിടുത്തെ മുൻ കേന്ദ്രമന്ത്രി ഉൾപ്പെടെയുള്ള ഭാരതീയ ജനതാ പാർട്ടിയുടെ ഈ മുഴുവൻ ആളുകളുണ്ടാകും എന്ന സൂചന നൽകിക്കൊണ്ട് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ഈ സമരത്തിന് പരിപൂർണമായി പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ നിൽക്കുമ്പോൾ അതിജീവന സമരം സിന്ദാബാദ്.
ഷംന, പ്രവർത്തകർ പിരിഞ്ഞു പോവുകയാണോ? സംഘർഷത്തിന്റെ സാഹചര്യം മാറിയോ പൂർണ്ണമായും? സംഘർഷം ലക്ഷണമൊന്നും കാണുന്നില്ല. സെക്രട്ടേറിയറ്റ് പൂർണ്ണമായി വളയുന്ന തരത്തിലേക്കാണ് ഇപ്പോൾ പ്രവർത്തകർ നിൽക്കുന്നത്. ഈ സെക്രട്ടേറിയറ്റിന്റെ മണ്ണിന് എത്തിച്ചേരി ചാടിക്കടക്കാനുള്ള ശ്രമം കണ്ടുകൊണ്ടിരിക്കുന്ന പോലീസ് അതിനെ ശക്തമായിട്ട് എതിർക്കുന്നുണ്ട്. ജില്ലാ ജനറൽ സെക്രട്ടറി ദീനാമോൾ ഇപ്പോൾ പരിക്കേറ്റിട്ടുണ്ട് ഈ സംഘർഷത്തിൽ എന്നുള്ള വാർത്തകളാണ് വരുന്നത്. വലിയ രീതിയിലുള്ള സംഘർഷത്തിലേക്ക് തന്നെ സെക്രട്ടേറിയറ്റിന്റെ പരിസരം ഒന്നാകെ, ഈ റോഡ് ഒന്നാകെ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധത്തിലേക്കും സംഘർഷത്തിലേക്കും കടന്ന സാഹചര്യമാണ്. സാധാരണ രീതിയിൽ സെക്രട്ടേറിയറ്റിന്റെ ഗേറ്റിന് മുന്നിലാണ് പ്രതിഷേധം ഉണ്ടാവാറ്. പക്ഷേ ഇത്തവണ പല ഭാഗങ്ങളിലായി സെക്രട്ടേറിയറ്റിന്റെ മതിൽ ചാടിക്കടക്കാൻ പ്രവർത്തകർ ശ്രമിക്കുന്നു. പലയിടങ്ങളിലായാണ് അതുകൊണ്ട് തന്നെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. പ്രവർത്തകർക്ക് രേഖാസ്വസ്ഥമെന്ന് എന്താണോ സെക്രട്ടേറിയറ്റ് മുന്നിലേക്ക് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ നടത്തിയ മാർച്ചാണ് സംഘർഷത്തിൽ കലാശിച്ചത്. ആശാ പ്രവർത്തകർക്ക് അർഹമായ നീതി ലഭിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് അവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടായിരുന്നു മാർച്ച്. അതേസമയം ആശാ വർക്കർമാരുടെ സമരത്തെ പ്രതിരോധിക്കാൻ ബദൽ പ്രതിഷേധങ്ങൾ CITU തുടങ്ങി. വേതനം കൂട്ടാൻ ആവശ്യപ്പെട്ട് വിവിധ കേന്ദ്ര സർക്കാർ ഓഫീസുകൾ ഇന്ന് CITU ഉപരോധിച്ചു. സമരം ചെയ്യുന്ന ആശമാരെ ഇതിനിടെ CITU പ്രവർത്തകർ ഭീഷണിപ്പെടുത്തുന്നു എന്ന പരാതിയും ഉയർന്നു. CITUവിന് കീഴിലുള്ള ആശാ വർക്കേഴ്സ് ഫെഡറേഷനാണ് ഇന്ന് വിവിധ കേന്ദ്ര സർക്കാർ ഓഫീസുകളിലേക്ക് മാർച്ച് നടത്തിയത്. കോഴിക്കോടും കൊച്ചിയും അടക്കം 3 സമരം നടന്നു. സംസ്ഥാന സർക്കാരിനെതിരെ സമരം ചെയ്യുന്ന ആശാ വർക്കർമാർ രാഷ്ട്രീയ പ്രേരിതമായി ഇത് ചെയ്യുന്നുവെന്നാണ് നേതാക്കളുടെ ആരോപണം. നാളെ തിരുവനന്തപുരത്തും CITU വലിയ പ്രതിഷേധം സംഘടിപ്പിക്കുന്നുണ്ട്. എന്നാൽ ഇത് ബദൽ സമരമല്ല എന്നാണ് ഇടതുമുന്നണി കൺവീനർ TP രാമകൃഷ്ണൻ അവകാശപ്പെടുന്നത്. ഒരു ആശാ വർക്കർക്കുള്ള ഓണറേറിയം എന്ന് പറയുന്നത് 700 രൂപയാണ്. ഇത് കേന്ദ്ര ഗവൺമെന്റിന്റെ നിയന്ത്രണത്തിലുള്ള ഒരു സ്കീം വർക്കാണ്. അത് കേന്ദ്ര ഗവൺമെന്റ് തന്നെ ഏതെങ്കിലും ഒരു തൊഴിൽ നിയമത്തിന്റെ പരിധിയിൽ വിവരപ്പെടുത്തിയിട്ടില്ല. നിലവിൽ ഇന്ത്യക്കകത്ത് നിലവിലുള്ള ഒരു നിയമങ്ങളും ഇവർക്ക് ബാധകമല്ല, നിയമം ബാധകമാക്കണമെന്നാണ് CITUവിന്റെ നിലപാട്. കേന്ദ്ര ട്രേഡ് യൂണിയൻ സംഘടനകളുടെ യോഗം വിളിച്ചു ചേർത്ത് ഈ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാനുള്ള ആവശ്യം CITU മുന്നോട്ട് വെച്ചിട്ടുണ്ട്. നിയമസഭാ സമ്മേളനം പുനരാരംഭിക്കുന്ന 3-ാം തീയതി നിയമസഭയിലേക്ക് മാർച്ച് നടത്തുമെന്ന് തിരുവനന്തപുരത്ത് സമരം ചെയ്യുന്ന സമരസമിതിയുടെ നേതാക്കൾ അറിയിച്ചു. അതേ ദിവസം സഭയിൽ പ്രതിപക്ഷം ഈ വിഷയത്തിൽ അടിയന്തര പ്രമേയവും കൊണ്ടുവരും. ഇതിനിടെ CITU നേതാക്കൾ വീട് കയറി തങ്ങളെ ഭീഷണിപ്പെടുത്തുകയാണെന്ന് തിരുവനന്തപുരത്ത് ആശാ വർക്കർമാർ ആരോപിക്കുന്നു. ഇന്നലെ മുതൽ സംസ്ഥാനത്തെമ്പാടും പ്രാദേശിക നേതാക്കൾ, CITUവിന്റെ നേതാക്കൾ ആശാ വർക്കർമാരുടെ വീടുകളിൽ കയറി നിങ്ങൾ ഈ സമരത്തിൽ പോകരുതെന്നും ഞങ്ങൾക്ക് ജോലി വാങ്ങിത്തന്ന നിങ്ങളാണെന്നും അതുകൊണ്ട്
ഈ സമരത്തിന് നിന്ന് പിന്മാറിക്കൊണ്ട് എത്രയും വേഗം ജോലിയിൽ തിരികെ പ്രവേശിക്കണമെന്നാണ് ആവശ്യപ്പെടുന്നത്. അതേസമയം മറുപക്ഷം ഈ ആരോപണം തള്ളുകയാണ്. ന്യൂസ് 18 തിരുവനന്തപുരം. സെക്രട്ടേറിയറ്റിന് മുന്നിൽ വീണ്ടും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും പോലീസും തമ്മിൽ ഏറ്റുമുട്ടുകയാണ്. ബാരിക്കേഡ് മറച്ചിട്ട പ്രവർത്തകർ ബാരിക്കേഡിന് മുകളിൽ നിലയുറപ്പിച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഏതാണ്ട് അരമണിക്കൂറോളമായി സെക്രട്ടേറിയറ്റിന് മുന്നിൽ സംഘർഷാന്തരീക്ഷമാണ്. പയ്യന്റെ ചുണ്ട് പോയിരുന്നു. പോരാടുന്ന ആശാവർക്കർമാർക്ക് അഭിവാദ്യങ്ങൾ, അഭിവാദ്യങ്ങൾ, അഭിവാദ്യങ്ങൾ. യൂത്ത് കോൺഗ്രസിന്റെ അഭിവാദ്യങ്ങൾ. യൂത്ത് കോൺഗ്രസ് സിന്ദാബാദ്. യൂത്ത് കോൺഗ്രസ് സിന്ദാബാദ്. പണി അറിയാ മാറി പിടിക്കാൻ പറ്റില്ല.
ഡാൻ കുര്യൻ വിവരങ്ങളുമായി. ഡാൻ, ഈ ദൃശ്യങ്ങളിൽ നടന്നു നീങ്ങുന്നത് ആരാണ്? എന്താണ് ഇപ്പോൾ അവിടെ സംഭവിക്കുന്നത്? വ്യാപകമായ ഒരു സംഘർഷത്തിലേക്കാണ് ഈ യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം എത്തിയത്. ആദ്യഘട്ടത്തിൽ പ്രധാന കവാടത്തിലേക്ക് പ്രതിഷേധവുമായി എത്തിയ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പിന്നീട് പോലീസിന്റെ ബാരിക്കേഡുകൾ തള്ളി നീക്കി മുമ്പോട്ട് നീങ്ങുകയായിരുന്നു. അതിനിടയിലാണ് പ്രധാന കവാടം കഴിഞ്ഞ് ഏതാണ്ട് ഒരു 200 മീറ്റർ കൂടി ഫ്രണ്ടിലേക്ക് വീണ്ടും പ്രതിഷേധക്കാർ സംഘടിക്കുന്ന സാഹചര്യം ഉണ്ടായത്. ഇവിടെയും പോലീസ് ബാരിക്കേഡുകൾ തീർത്തിരുന്നു. അങ്ങനെ ആ ബാരിക്കേഡുകളും തള്ളി മാറ്റി അകത്തേക്ക് കടക്കാനുള്ള പ്രതിഷേധക്കാരുടെ ശ്രമം പോലീസ് ഏറെ പണിപ്പെട്ടാണ് തടഞ്ഞത്. അതിനിടെയാണ് വാക്കേറ്റവും ഉന്തും തള്ളുമുണ്ടായത്. ഡെപ്യൂട്ടി പോലീസ് കമ്മീഷണർ ഉൾപ്പെടെയുള്ള പോലീസ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലാണ് സെക്രട്ടേറിയറ്റ് പരിസരത്ത് പ്രകോപനപരമായ മുദ്രാവാക്യം വിളിച്ച പോലീസിന് നേർക്ക് പാഞ്ഞെടുത്ത പ്രതിഷേധക്കാരുമായി പോലീസ് ഇപ്പോൾ ഈ അവരെ ഇവിടുന്ന് വിരട്ടി ഓടിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമം നടത്തുന്നത്. വലിയ തരത്തിലുള്ള പ്രതിഷേധമാണ് ഇന്ന് സെക്രട്ടേറിയറ്റ് പരിസരത്ത് ഈ ആശാ വർക്കർമാർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് യൂത്ത് കോൺഗ്രസ് നടത്തിയ മാർച്ചിനിടയിൽ ഉണ്ടായിരിക്കുന്നത്. ഇപ്പോഴും പോലീസും പ്രവർത്തകരും തമ്മിൽ പല ഇടങ്ങളിലായി നിന്നുകൊണ്ട് വാക്കേറ്റം നടത്തുന്നത് നമുക്ക് കാണാൻ കഴിയും.
വലിയ തരത്തിൽ ഈ ഗതാഗതമടക്കം ഇവിടെ ഒരു പൂർണ്ണമായി ഒരു വശത്തു കൂടിയുള്ള ഗതാഗതം പൂർണ്ണമായി സ്തംഭിച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിൽ. ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷമാണ് സെക്രട്ടേറിയറ്റ് പരിസരത്ത് ഇങ്ങനെ വ്യാപകമായ ഒരു പ്രതിഷേധം, അത് സംഘർഷത്തിലേക്ക് വഴിമാറുന്ന ഒരു സാഹചര്യവും ഉണ്ടായിരിക്കുന്നത്. ശ്രീജ, ഡാൻ, ഇന്ന് നമ്മൾ കണ്ടത് പോലീസിന്റെ ഭാഗത്ത് നിന്ന് പരമാവധി അവർ സംയമനം പാലിക്കുന്നുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഒരു വശത്ത് ഈ ആശാ പ്രവർത്തകർ അവിടെ സമരത്തിലിരിക്കുകയാണ്. ആ ഒരു സംയമനത്തിനപ്പുറം നമ്മൾ സാധാരണ കാണുന്നത് പോലെയല്ല, പല ഭാഗത്തായി അകത്തേക്ക് കയറാൻ പ്രവർത്തകർ ശ്രമിക്കുന്നു. പോലീസിന് വളരെ ശ്രമകരമായിരുന്നു ഇന്ന് ഈ സമരത്തെ പ്രതിരോധിക്കൽ, അല്ലേ? അതായത് കൃത്യമായ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് പ്രകോപനപരമായ ഒരു ഇടപെടൽ നടത്താതിരുന്നത്. വളരെ സംയമനത്തോടെയായിരുന്നു പ്രതിഷേധക്കാരെ ആദ്യം നേരിട്ടത്. പക്ഷേ പോലീസുമായി ഒരു ഏറ്റുമുട്ടലിലേക്ക് കടക്കുന്ന തരത്തിലുള്ള ഒരു പ്രതികരണം തന്നെയാണ് ഈ പ്രതിഷേധക്കാരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. അവിടെയാണ് ഈ പോലീസിന്റെ ഗ്ലാസ് ബാരിക്കേഡുകൾ അല്ലെങ്കിൽ ഈ കവചങ്ങളൊക്കെ അടിച്ചു തകർക്കാനുള്ള നീക്കം ഈ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ ഭാഗത്തു നിന്നുണ്ടാകുകയും പോലീസ് അത് ചെറുത്തു നിൽക്കുകയും ചെയ്തത്. അതിനിടയിൽ സെക്രട്ടേറിയറ്റിന്റെ പ്രധാന കവാടത്തിന് സമീപത്തുള്ള വരികളിലൂടെ അതിനകത്തേക്ക് കമ്പി വേലിക്ക് മുകളിലൂടെ അകത്തേക്ക് കടക്കാനായി ഏതാനും പേർ നടത്തിയ ശ്രമം പോലീസ് ഏറെ പണിപ്പെട്ടാണ് ചെറുത്ത് തോൽപ്പിച്ചത്. അതിനുശേഷം ഇരുവശങ്ങളിലായി ചെതറിയോടിയ പ്രവർത്തകർ വീണ്ടും മുദ്രാവാക്യം മുഴക്കി പ്രതിഷേധക്കാർ പോലീസിന് നേരെ അടുക്കുകയായിരുന്നു. അവിടെയും സമീപനം വിട്ട് പോലീസിന്റെ ഭാഗത്തുനിന്ന് ഒരു ഇടപെടൽ ഉണ്ടായില്ല. പക്ഷേ ഇനിയും പ്രകോപനം തുടരുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ കടുത്ത നടപടികളിലേക്ക് കടക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറുമെന്നാണ് നമുക്ക് കരുതാൻ കഴിയുന്നത്. തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് മുന്നിൽ ആശാ പ്രവർത്തകർ നടത്തിവരുന്ന സമരം 18ാം ദിവസത്തിലാണ്. ഈ 18ാം ദിവസമാണ് സമരക്കാർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ സെക്രട്ടേറിയറ്റിന് മുന്നിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചത്. ആ മാർച്ച് സംഘർഷത്തിൽ കലാശിക്കുകയായിരുന്നു. ഏതാണ്ട് 1/4 മണിക്കൂറായി സെക്രട്ടേറിയറ്റിന് മുൻവശത്ത് കൂടിയുള്ള ഗതാഗതം തടസ്സപ്പെടുത്തിക്കൊണ്ടാണ് പ്രതിഷേധം നടക്കുന്നത്. പലതവണ പോലീസിന് ജലപീരങ്കി പ്രയോഗിക്കേണ്ടി വന്നു. അപ്പോഴും പ്രകോപനപരമായി തന്നെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ നിന്നു. ഇതിനിടയിൽ ആശമാരാണ് രാഷ്ട്രീയമായി ഇതിൽ ഒരു പ്രതിസന്ധിയിലാവുന്നത്. ഇവരുടെ അവരുടെ സമരത്തിന് രാഷ്ട്രീയമായ പിന്തുണ വേണ്ട എന്ന് പറയുമ്പോൾ പോലും അവിടെ എന്ത് സംഘർഷമുണ്ടായാലും അത് അവരെ കൂടി ബാധിക്കുമെന്നതാണ് വാസ്തവം. ഇപ്പോൾ പ്രവർത്തകർ സമരം അവസാനിപ്പിക്കാനുള്ള ശ്രമമാണെന്ന് തോന്നുന്നു. എന്തായാലും പകൽ വാർത്ത പൂർണ്ണമാവുകയാണ്. വളരെ പെട്ടെന്ന് തന്നെ ഈ വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് അടക്കം സകലമാന കേരളത്തിൽ മടങ്ങിയെത്താം. ഒന്നിച്ചു ജീവിക്കാൻ ഝാർഖണ്ഡ് വിട്ടുവന്ന ആശയെയും ഗാലിബിനെയും ചേർത്ത് പിടിച്ച് കേരളം. ഝാർഖണ്ഡ് പോലീസ് കള്ളക്കേസുമായി ആലപ്പുഴയിൽ തന്നെ. ന്യൂസ് 18 വാർത്ത കണ്ട് ദമ്പതിമാർക്ക് തണലൊരുക്കാൻ സന്നദ്ധമായി ഡിവൈഎഫ്ഐ. കേരളത്തിനകത്ത് എല്ലാവിധമായ സൗകര്യവും ആലപ്പുഴ ജില്ലയിൽ അവർക്ക് തിരിച്ച് നാട്ടിൽ പോകാൻ താല്പര്യമില്ലെങ്കിൽ ഇവിടെ അവർക്ക് സൗകര്യങ്ങൾ ഏർപ്പാട് ചെയ്ത് അവർ വീട് ഉൾപ്പെടെ തയ്യാറാക്കി കൊടുത്ത് ഇവിടെ തന്നെ എല്ലാവിധമായ സുരക്ഷയും നിയമപരമായും ഡിവൈഎഫ്ഐ ഉറപ്പുവരുത്തും. സംരക്ഷണം തേടി ആശയുടെയും ഗാലിബിന്റെയും ഹർജി ഇന്ന് ഹൈക്കോടതിക്ക് മുൻപാകെ. വെഞ്ഞാറമൂട് കൂട്ടക്കുരുതിയിലെ പ്രതി അഫാനും ഫർസാനയും തമ്മിലുള്ള ഫോൺ സംഭാഷണം ന്യൂസ് 18 പേരുമലയിലെ വസതിയിലെത്തിച്ചത് അതീവ രഹസ്യമായി. അഫാന്റെ അറസ്റ്റ് ഉടൻ രേഖപ്പെടുത്തും. കടബാധ്യത എന്ന മൊഴി ഇപ്പോഴും വിശ്വസിക്കാതെ പോലീസ്.